SKN ഇന്ന് VD സതീശന്റെ അഭിമുഖം SKN നടത്തിയ 3/4 മണിക്കൂറോളം നീണ്ട ആ അഭിമുഖത്തിൽ VD സതീശൻ നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അത് UDF-നെ സംബന്ധിച്ച് അവരോധിക്കാനുള്ള ഒരു ശ്രമമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പൊതുവെ ഒരു കാര്യമുണ്ട്, അതായത് വിജയമുണ്ടെങ്കിൽ ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ടീം വർക്കിനും അല്ലെങ്കിൽ ഹൈക്കമാൻഡിനും. സാധാരണഗതിയിൽ പറയാതെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഹൈക്കമാൻഡിനെന്നാണ്. കേരളത്തിൽ നാളെ കോൺഗ്രസ് UDF വിജയിക്കുകയാണെങ്കിൽ നേതാക്കൾ എല്ലാവരും പറയും ഇതിൻ്റെ ക്രെഡിറ്റ് കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ്. പരാജയപ്പെട്ടാൽ അത് സാധാരണഗതിയിൽ അതിൻ്റെ പഴി മുഴുവൻ പ്രാദേശിക നേതൃത്വത്തിൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടുകയാണ് ചെയ്യാറുള്ളത്. അത് ഇത്തവണയും ആ നിലയിൽ തന്നെ ഉണ്ടായേക്കാം എന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നുണ്ട്. പക്ഷേ അവർ വലിയ വിജയപ്രതീക്ഷയിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്ന് ഇത്തവണ അധികാരത്തിലെത്താൻ കഴിയും, ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ഏതായാലും അതിൻ്റെതായ കാരണങ്ങളുണ്ടാകാം. പക്ഷേ VD സതീശനെ സംബന്ധിച്ച് VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് നമുക്ക് മുന്നിലുള്ള ചില പ്രതിപക്ഷ നേതാക്കൾ VS അച്യുതാനന്ദനൊക്കെ നടത്തിയ VS അച്യുതാനന്ദനെയാണല്ലോ സാധാരണഗതിയിൽ അധികാരമുള്ളപ്പോൾ പോലും CPM-ന് അധികാരമുള്ള കാലത്തും ആ പാർട്ടിയിൽ തിരുത്തലുകൾക്ക് നേതൃത്വം വഹിച്ചിരുന്നു എന്നതാണ് VS അച്യുതാനന്ദനെ ഒരു പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു എന്നതിനേക്കാൾ കൂടുതലായി ജനമനസ്സിൽ ഒരു പ്രതിപക്ഷ നേതാവ്, സംസ്ഥാനത്തെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് അടയാളപ്പെടുത്തിയ നേതാവായിരുന്നു VS. അതുകൊണ്ട് VS നടത്തിയ പോലെയുള്ള പോരാട്ടമൊന്നും VD സതീശൻ പാർട്ടിയിൽ നടത്തിയിട്ടില്ല. അദ്ദേഹം സർക്കാരിനെതിരെ നടത്തിയിട്ടുണ്ട്. പക്ഷേ പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ തിരുത്തലുകൾ ആവശ്യപ്പെടേണ്ട ഘട്ടത്തിലൊന്നും ആ നിലയിലുള്ള പ്രതികരണം VD സതീശൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ജനം ഏതായാലും ആ കാര്യമൊക്കെ വിലയിരുത്താൻ പോവുകയാണ്. പക്ഷേ ഈ 100 സീറ്റ് 100+ എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു അത് കനകോലുവിൻ്റെ റിപ്പോർട്ടാണോ എന്നറിയില്ല. കാരണം ഇന്ന് രാഹുൽ ഗാന്ധി സുധാകരനെ ഡൽഹിയിൽ വെച്ച് സുധാകരൻ രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു, KC വേണുഗോപാലും ഉണ്ടായിരുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി ട്വീറ്റിൽ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ 100+ സീറ്റ് നേടാൻ പോവുകയാണ് UDF, അതിൽ വലിയൊരു പങ്ക് സുധാകരൻ വഹിക്കും എന്നാണ്. ഏതായാലും അത് സുധാകരനെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് കരുതാം. പക്ഷേ 100-ലധികം സീറ്റ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിനടക്കം ആ ഒരു വിശ്വാസമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അത് ഇന്ന് SKN-ന്റെ അഭിമുഖത്തിലും 100 സീറ്റിലധികം എന്നുള്ളത് SKN അത് ചോദിക്കുമ്പോഴും തിളക്കമാർന്ന വിജയം ഇത്തവണ UDF നേടും എന്ന നിലയിലേക്ക് VD സതീശൻ. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ നിയമസഭയിലേക്ക് പ്രകടനം വളരെ മികച്ചതായി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം വളരെ ക്ലാരിറ്റിയോടെ വ്യക്തതയോടെ അതിശക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പല ആളുകളും പകച്ചു നിൽക്കുന്നതും ഈ നിയമസഭയിൽ കണ്ടിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.